ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോബ്രെയിൻ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ആണ്. ഈ ചാപ്റ്ററിലെ ഒരു 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വെച്ച് തുടങ്ങുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഞാൻ NCERT-യിലെ ഡയഗ്രാംസും NCERT-യിലെ പാരഗ്രാഫ്സും ആണ് ഇവിടെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഓരോ വേർഡ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്താണ് ഇത് പറയുന്നതെന്നൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ പറയാം. സോ ഇന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് നമ്മൾ മുന്നേ എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്നൊക്കെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അതൊന്ന് നമുക്കിവിടെ റീകോൾ ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ എന്താണെന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ആവും. സോ ഇവിടെ പറയട്ടെ, ആദ്യം നമ്മൾ പഠിച്ച റീകോമ്പിനന്റ് DNA ടെക്നോളജി അതൊന്ന് നമുക്ക് റീകോൾ ചെയ്യാൻ ശ്രമിക്കാം. റീകോമ്പിനന്റ് DNA ടെക്നോളജി. സോ ഇതാണ് നമ്മുടെ ബേസ് ആയിരുന്നത്. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ബേസ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇതായിരുന്നു. ഇതിലെ ഓരോ സ്റ്റെപ്സും ഞാൻ വളരെ ഷോർട്ട് ആയിട്ട് ഇപ്പോൾ ഒന്ന് ഓടിച്ചു പറയാം. അവിടെ എന്തെല്ലാമായിരുന്നു നമ്മൾ കണ്ടത്? നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഓക്കെ, സപ്പോസ് അതൊരു ഇൻസുലിൻ ജീൻ ആയിരുന്നു. ഇൻസുലിൻ ജീനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? കാരണം ഇൻസുലിൻ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവസാനം തരുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ അത്യാവശ്യക്കാരുണ്ട് അത് വാങ്ങിക്കാൻ. കാരണം ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇന്ന് ഇൻസുലിൻ ആവശ്യം വരുന്നു. സോ അത് വലിയ രീതിയിൽ ലാർജ് സ്കെയിൽ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ വളരെ ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഞാൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇൻസുലിൻ ജീൻസുകളെ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. എന്താണ് ഈ വെക്ടർ എന്ന് പറയുന്നത്? വെക്ടർ എന്ന് പറയുന്നത് ഒരു കാരിയർ ആയിരുന്നു. കാരിയർ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഇത് പലപ്പോഴും ഒരു ഈക്കോളൈ ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് ആയിരുന്നു. ഓർക്കുന്നില്ലേ? കാരണം ഈ പ്ലാസ്മിഡുകൾക്ക് സെൽഫായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. സെൽഫ് റെപ്ലിക്കേഷൻ. അപ്പൊ ഞാൻ എന്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിനൊപ്പം എനിക്ക് എന്തും കൂടി റെപ്ലിക്കേറ്റ് ചെയ്ത് കിട്ടും, എന്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റും കൂടി. രണ്ടും ബോത്ത് വിൽ ഗെറ്റ് റെപ്ലിക്കേറ്റഡ് അല്ലെ? ഇതാണ് എനിക്ക് എന്റെ വെക്ടറിന് പിന്നിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്തെടുത്ത് ലാസ്റ്റ് ഒരു ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ബാക്ടീരിയ ആയിരിക്കും, ലൈക്ക് ഇക്കോളൈ. ഈ ഹോസ്റ്റിനുള്ളിൽ ഈ പ്ലാസ്മിഡ് വൺസ് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ റെപ്ലിക്കേഷൻ പോസിബിൾ ആവും. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ പ്രോട്ടീൻ കിട്ടും, അതായത് ഇൻസുലിൻ നമുക്ക് കിട്ടും. ഞാൻ റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലത്തെ എല്ലാ സ്റ്റെപ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഇതാണ് ഒരു പെരിഫറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ഒരു റീകോമ്പിനന്റ് DNA ടെക്നോളജിയിലെ ഈ ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും.
ക്ലിയർ അല്ലേ? സോ നമുക്ക് ഈ ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി എന്നുള്ള ഈ ചാപ്റ്ററിലേക്ക് നേരിട്ട് കിടക്കാം. നിങ്ങൾക്കപ്പോൾ മനസ്സിലായി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ബയോടെക്നോളജി എന്ന് പറയുന്നത്. കാരണം ബയോടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വൈഡ് വെറൈറ്റി ആയിട്ട് പല ഫീൽഡിലായിട്ട് സ്പ്രെഡ് ആയി കിടക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കണ്ട ഡ്രഗ്, അതായത് ഇൻസുലിൻ. ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഏത് ഫീൽഡ് ആയിരിക്കും? ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഫീൽഡ് ആയിരിക്കും. ആൻഡ് അവിടെ ഇല്ലാത്ത ഒരുപാട് എന്താ പറയാ പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ ഡ്രഗ്സ്, മെഡിസിൻസ്, അതൊക്കെ ഈ ഫാർമസ്യൂട്ടിക്കൽക്ക് സപ്ലൈ ചെയ്യുന്നത് ഈ ബയോടെക്നോളജി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റിലൂടെയാണ്. ഓക്കെ, ഇൻസുലിൻ ഒരു എക്സാമ്പിൾ മാത്രം. അങ്ങനെ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ, ബയോ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ നമ്മൾ ഈ ബയോടെക്നോളജി വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം. ഇൻഡസ്ട്രിയൽ സ്കെയിലാണ് എപ്പോഴും ഉണ്ടാക്കേണ്ടത്. ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിനെ ബയോടെക്നോളജി എന്ന് പറയുള്ളൂ. ഓക്കെ, നൗ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആരെയായിരിക്കും? ഇതുപോലെയുള്ള പ്രോഡക്ട്സുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൈക്രോബ്സ്, അല്ലെങ്കിൽ ഫഞ്ചൈ, അതും അല്ലെങ്കിൽ പ്ലാന്റ്സ്, അതും അല്ലെങ്കിൽ ആനിമൽസ് ആയിരിക്കും. ഇൻ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഇവരായിരിക്കും നമുക്ക് വേണ്ടി ആ പ്രോട്ടീൻസോ അല്ലെങ്കിൽ എൻസൈമോ എന്തോ ആവട്ടെ അത് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇപ്പൊ നമ്മളിവിടെ കണ്ട എക്സാമ്പിളിലും ഇക്കോളായി എന്ന് പറയുന്ന ആ ബാക്ടീരിയയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് നമുക്ക് ഇൻസുലിൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ പല സിറ്റുവേഷനിലും പല കേസിലും ആ ഓർഗാനിസം മാറും. ബാക്ടീരിയ എന്നുള്ളത് ചില കേസിൽ പ്ലാന്റ് ആവും, ചില കേസിൽ അത് ആനിമൽ ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പ്ലാന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ BT കോട്ടൺ എന്നുള്ള ഒരു ചെടിനെ പറ്റിയിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ ചെറിയ ക്ലാസ്സുകളിൽ. എന്താണ് അതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഈ BT കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അത് എന്തിനോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വലിയ രീതിയിൽ കോട്ടൺ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? കോട്ടൺ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റിനെ കില്ല് ചെയ്തുകൊണ്ട്. ആര്? ആ പ്ലാന്റ് തന്നെ സെൽഫായിട്ട് കില്ല് ചെയ്യും. ഈ രീതിയിൽ BT കോട്ടൺ പ്ലാന്റ് അതിന്റെ ഈൽഡ് ഇംപ്രൂവ് ചെയ്യാണ്. സിമിലർലി ഇതുപോലെ ബയോടെക്നോളജി വെച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോലൂമിനസെന്റ് ആയിട്ടുള്ള ഫിഷ്, അതായത് തിളങ്ങുന്ന ഫിഷുകൾ ഉണ്ട്. ഓക്കെ, ബയോലൂമിനസെന്റ് ആയിട്ടുള്ള ഫിഷ് ഉണ്ട്. അതേപോലെ തന്നെ മൈസുകൾ, ഫ്ലൂറസെന്റ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറില് ഗ്ലോ ചെയ്യുന്ന മൈസുകളുണ്ട്. ഇതുപോലെ ഒരുപാട് ഓർഗാനിസത്തിനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇതൊക്കെയാണ്, ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കുന്ന ഓർഗാനിസത്തിലൂടെയാണ് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ കണ്ടതുമാണ്, പഠിച്ചതുമാണ്. നൗ ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ഫീൽഡുകൾ പറയുമ്പോൾ തെറാപ്യൂട്ടിക്സ് വരുന്നുണ്ട് അല്ലെ, ഡ്രഗ്സ്. ദെൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേര് എലൈസ, PCR, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് നമുക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആ ടെസ്റ്റുകളെല്ലാം ശരിക്കും ആപ്ലിക്കേഷൻ വരുന്നത് ബയോടെക്നോളജിയിലാണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു വകഭേദങ്ങളാണ്. അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ്, എസ്പെഷ്യലി ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്. നമ്മൾ കണ്ടപ്പോൾ BT കോട്ടൺ, BT പ്ലാന്റ്സ് എല്ലാം അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ. ഇപ്പൊ ബയോടെക്നോളജി ബേസ്ഡ് നമ്മൾ കുറെ ഫുഡ് പ്രൊഡക്ട്സ്, ഇപ്പോൾ
ചീസ്, ബട്ടർ, കേർഡ്, ചീസ്, ഇതെല്ലാം നമ്മൾ മൈക്രോബ്സുകളിലത്തെ എൻസൈം യൂസ് ചെയ്തിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ പെടും. അപ്പൊ ഫുഡ് ഇൻഡസ്ട്രിയിലും നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ദെൻ അതിന്റെ അടുത്തത് വരുന്നത് ബയോ റെമഡിയേഷൻ ആണ്. ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ വേസ്റ്റുകൾ, അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, മൈക്രോബ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഇല്ലാതെയാക്കും. മൈക്രോബ്സ് പ്ലസ് വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് അവസാനം ഡീഗ്രേഡ് ചെയ്തത് കിട്ടും, ഡീഗ്രേഡഡ്. ഓക്കെ, അതാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ബയോ റെമഡിയേഷൻ, അതുപോലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ. എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബയോഫ്യൂവൽസ്. ഓക്കെ, അങ്ങനെയുള്ള ബയോഫ്യൂവൽസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ബയോടെക്നോളജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ഫീൽഡുകളിലൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഹെൽത്ത് ഫീൽഡിൽ, അതായത് മരുന്നുണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ രൂപത്തിലായിരിക്കും, ഹെൽത്ത് ഫീൽഡിൽ വരുന്നുണ്ട്. ദെൻ കണ്ടത് നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ വരുന്നുണ്ട്, അതായത് ക്രോപ്സ് ഒക്കെ മോഡിഫൈ ചെയ്തെടുക്കുന്നു, ഈൽഡുകൾ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രി, പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ബയോ റെമഡിയേഷൻ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ, അതായത് ഫ്യൂവൽസ്, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഫീൽഡുകളിലായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ സ്പ്രെഡ് ആയി കിടക്കുന്നുണ്ട്. നൗ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ റിസർച്ച് ഏരിയാസിലാണ് ബയോടെക്നോളജി കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോ ആദ്യം പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 3 റിസർച്ച് ഏരിയാസിലാണ് ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസിലാണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള റിസർച്ച് ഏരിയാസ്? ഒന്ന്, പ്രൊവൈഡിങ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് organism. Usually it will be a microbe or a pure enzyme from the body of microbe. അപ്പോൾ ഇവരുടെ ഫസ്റ്റത്തെ ലക്ഷ്യം അല്ലെങ്കിൽ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്, ബയോടെക്നോളജി ഫോക്കസ് കൊടുക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് കാറ്റലിസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബെസ്റ്റ് കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റിന് 2 രൂപങ്ങളാണ് വരിക. ഒന്നുകിൽ അതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളൊരു മൈക്രോബ് ആയിരിക്കും, അല്ലെങ്കിൽ ആ മൈക്രോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം. എൻസൈം മീൻസ് ഒരു പ്രോട്ടീൻ ആയിരിക്കും. നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ, നമ്മൾ മൈക്രോബ്സുകളൊക്കെ മോഡിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ ആവശ്യാനുസരണം. എന്നിട്ട് ആ മോഡിഫൈ ചെയ്ത മൈക്രോബിനെ പല ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റുകൾ, ജീൻ എക്സ്പ്രസിൽ കിട്ടുന്ന പ്രോട്ടീൻ പ്രോഡക്ട്സുകൾ, എൻസൈം പ്രോഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബയോടെക്നോളജിയാണ് വികസിപ്പിച്ചെടുക്കുന്നത്. ആൻഡ് അങ്ങനെ കിട്ടുന്ന ആ മൈക്രോബോ അല്ലെങ്കിൽ എൻസൈമോ ഒരു ബെസ്റ്റ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റത്തെ റിസർച്ച് ഏരിയ ഓഫ് ബയോടെക്നോളജി. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെ കിട്ടുന്ന ആ ഒരു കാറ്റലിസ്റ്റ്, ആ ഒരു മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ അതിന്റെ ബോഡിയിൽ നിന്ന് കിട്ടുന്ന എൻസൈം, അത് നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്, അതായത് ഒരു ജീൻ എഡിറ്റിംഗ് ആണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ അതിനെ, ആ കാറ്റലിസ്റ്റിനെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു കാറ്റലിസ്റ്റ് ആക്കി മാറ്റും. ക്രിയേറ്റിംഗ് ഓപ്റ്റിമൽ കണ്ടീഷൻസ് ത്രൂ എഞ്ചിനീയറിംഗ് ഫോർ എ കാറ്റലിസ്റ്റ് ടു ആക്ട്. ഓപ്റ്റിമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ വേർഡ് ഓപ്റ്റിമം മീൻസ് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളൊരു അർത്ഥമാണ്. ഓപ്റ്റിമം എന്ന് പറഞ്ഞാൽ ഒരു എൻസൈമിന്റെ ഒക്കെ ഓപ്റ്റിമം ആക്ടിവിറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? അത് നമ്മൾ എപ്പോഴാ പറയാറ്? അതായത് ആ എൻസൈം ഏറ്റവും കൂടുതൽ അതിന്റെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ
ഓപ്റ്റിമം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ബയോടെക്നോളജി വഴി കിട്ടുന്ന ആ ബെസ്റ്റ് കാറ്റലിസ്റ്റിൽ നിന്നും ആ ബെസ്റ്റ് കാറ്റലിസ്റ്റിൽ നിന്ന് നമുക്ക് ഓപ്റ്റിമം റിസൾട്ട് കിട്ടണം. ഓപ്റ്റിമം റിസൾട്ട്. ആ ഓപ്റ്റിമം റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് ജീൻ മോഡിഫിക്കേഷൻസ് നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. അത് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നല്ലോ? അതായത് നമുക്ക് കിട്ടിയ ആ പ്രോഡക്റ്റ്, പ്രോട്ടീൻ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത മൈക്രോബ് ആവട്ടെ, അതിനെ ഒന്നും കൂടി ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ ഒന്ന് എഡിറ്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ട് അതിന്റെ ഒപ്റ്റിമം ലെവലിലേക്ക് അതിന്റെ എഫിഷ്യൻസി എത്തിക്കുന്ന വിധത്തിൽ അതിന്റെ ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്ത് നമ്മൾ അതിനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ റിസർച്ച് പോയിന്റ്. മൂന്നാമത്തത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. അതായത് ഇങ്ങനെ കിട്ടുന്ന ആ പ്രോട്ടീൻ പ്രൊഡക്റ്റുകൾ അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ടേ മാർക്കറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതിനെയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ട്രയൽ അതായത് നമ്മൾ ഹ്യൂമൻ ട്രയൽ ആവാം, അല്ലെങ്കിൽ ലബോറട്ടറി ആനിമൽസിൽ ട്രയൽ ഒക്കെ നടത്തി അതെന്തെങ്കിലും തരത്തിൽ ആ ഒരു ജീൻ പ്രൊഡക്റ്റ് എന്തെങ്കിലും തരത്തിൽ അലർജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാഡ് സൈഡ് എഫക്ട്സ് ഒക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. ഈ 3 കാര്യങ്ങളാണ് ബയോടെക്നോളജി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നത്. ഒന്നും കൂടി നമുക്ക് പറയാം, എന്നിട്ട് ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ബെസ്റ്റ് കാറ്റലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ബെസ്റ്റ് കാറ്റലിസ്റ്റ്. ആ ബെസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു മൈക്രോബ് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത ഫോമിലായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബോഡിയിൽ നിന്ന് ആ ഇംപ്രൂവ്ഡ് മൈക്രോബിന്റെ ബോഡിയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻസൈം പ്രൊഡക്റ്റ് ആയിരിക്കും. അതാണ് ബെസ്റ്റ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബയോടെക്നോളജിയിൽ നിന്ന് കിട്ടുന്ന ഒരു yield ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രോഡക്റ്റ് ആണെന്ന് വിലയിരുത്താം. ഇത് പ്രോഡക്റ്റ് ആണ്, ബയോടെക്നോളജിയുടെ ഫലമായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റിനെ നമുക്കിനി ആ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ നമുക്ക് ഓപ്റ്റിമൽ കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരണം. ഓപ്റ്റിമൽ കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യണം. ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് നമ്മളതിനെ ഒപ്റ്റിമം ലെവലില് എഫിഷ്യന്റ് ആക്കും. എന്നാലല്ലേ അതിന് ഹോസ്റ്റിന്റെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫൈനൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് സെക്കൻഡ് പോയിന്റ് ഒപ്റ്റിമൽ കണ്ടീഷൻസിൽ എത്തിക്കാൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ദെൻ ഫൈനൽ പോയിന്റ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് ട്രയൽസ് ഒക്കെ നടത്തി ഓക്കെ ആണ്, 100% ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ മാർക്കറ്റ് ചെയ്യും. അപ്പൊ ഈ 3 കാര്യങ്ങളിലാണ് ബയോടെക്നോളജി ശ്രദ്ധിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയും പോയിന്റ്സ് മാത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു 3 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 3 പോയിന്റ്സും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ജസ്റ്റ് ഏതൊക്കെ ഫീൽഡിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക, മതി. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഓരോ ഫീൽഡിലും, അതായത് അഗ്രികൾച്ചർ, ഹെൽത്ത്, അതുപോലെയുള്ള ഓരോ ഫീൽഡിൽ എങ്ങനെയൊക്കെയാണ് ഈ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ സ്റ്റേ ട്യൂൺ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇനി നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സജഷൻസിലുള്ള പാഠങ്ങളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. സോ കീപ് സപ്പോർട്ടിങ്. Thank you so much. Bye.